നമസ്കാരം. അശ്വതി നക്ഷത്രം, ആദ്യത്തെ നക്ഷത്രം, അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ സാമാന്യമായ ഗുണദോഷ സ്ഥിതികൾ, പ്രത്യേകതകൾ, ഇപ്പോഴുള്ള അവസ്ഥകൾ, പ്രതിവിധികൾ, ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. അശ്വതി നക്ഷത്രം കേതു ദശയിലാണ് തുടക്കം. അതായത് നക്ഷത്രാധിപതിയായ ഗ്രഹം വരുന്നത് കേതുവാണ്. അശ്വതി നാളുകാർക്ക് ജനനം കേതു ദശയിലാണ്. കേതു ദശ ആകെ 7 വർഷമാണ്. അശ്വതി നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നതിന് ശേഷമാണ് ജനനമുണ്ടാകുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ജനനശിഷ്ടം കേതു ദശ എത്ര വർഷം, മാസം, ദിവസം ഒക്കെ വരുന്നുവെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് ഓരോ വ്യക്തിയുടെയും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കേതു ദശയിലാണ് തുടക്കമെന്ന് പറഞ്ഞു. തുടർന്ന് വരുന്ന ശുക്രദശയാണ്. അത് 20 വർഷത്തോളം ഉണ്ട്. അതായത് അശ്വതി നാളുകാർക്ക് പൊതുവെ പറഞ്ഞാൽ ബാല്യം, കൗമാരം, യൗവനത്തിൻ്റെ ആരംഭമെല്ലാം ശുക്രദശയാണ്. പിന്നെ വരുന്നത് ആദിത്യ ദശ 6 വർഷവും തുടർന്ന് ചന്ദ്രദശ 10 വർഷവും ഒക്കെയാണ്. അപ്പം ഇങ്ങനെ പോകുന്ന അശ്വതി നാളുകാർക്ക് ഒരു മധ്യപ്രായത്തിൻ്റെ ഘട്ടമെത്തുമ്പോൾ ചൊവ്വാദശയും രാഹുദശയും ഒക്കെയാണ് കടന്നു വരിക. കേതു അശ്വതി നാളുകാർക്ക് പൊതുവെ ദോഷകരമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ട് മകരം, കുംഭം രാശികളുടെ അധിപനായ ശനിയും അശ്വതിക്ക് അനുകൂലമായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അശ്വതി നാളുകാർക്ക് പൊതുവായി ബാധിക്കാവുന്ന ഏറ്റവും തീവ്രദോഷങ്ങളിൽ കേതുവിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നെ 7ര ശനി, കണ്ടകശനി തുടങ്ങിയ ദോഷഭാവങ്ങളുമെല്ലാം കൂടുതൽ തീവ്രതയോടെ അനുഭവപ്പെടും. 7ര ശനി മുതലായത് എല്ലാ നാളുകാർക്കും ഉണ്ടെങ്കിലും കേതു നാളുകാർക്ക്, കേതുവിൻ്റെ ആധിപത്യത്തിൽ വരുന്ന നാളുകാർക്ക് അത് കുറച്ച് കൂടുതൽ വിഷമകരമാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും പുറകിൽ വിളക്ക്, ജലധാര, പുഷ്പാഞ്ജലി, വെള്ളനിവേദ്യം ഒക്കെ ചെയ്യുന്നത് അശ്വതി നാളിന് വളരെ ഗുണം ചെയ്യും. നക്ഷത്രാധിപഗ്രഹം കേതുവായതുകൊണ്ട് ഗണപതിക്ക് നെയ്വിളക്ക്, കറുകമാല ചാർത്തി ഉണ്ണിയപ്പം നിവേദ്യം നടത്തുന്നതും വളരെ ഗുണം ചെയ്യും. അശ്വതി നാളുകാർ വൈഡൂര്യം എന്ന രത്നക്കല്ല് വെള്ളി ലോക്കറ്റിലാക്കി ധരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്.